നാമത്തിൽ വാട്ടണം ഞങ്ങൾ ആമയാതീത രൂപമേ. എങ്ങോ നിന്നു ഒഴുകിയെത്തുന്ന നിർമ്മലമാം പ്രകാശമേ. ഏതു നാമത്തിൽ വാട്ടണം ഞങ്ങൾ ആമയാതീത രൂപമേ. എങ്ങോ നിന്നു ഒഴുകിയെത്തുന്ന നിർമ്മലമാം പ്രകാശമേ. നീറിടുന്ന മരുപ്പരപ്പിലും നീരുറവയായി സ്നേഹമായി ദേവവാണികൾ സഞ്ചയിച്ചൊരു ശ്രീനബി ഭവാനല്ലയോ. കണ്ണിലും മനക്കണ്ണിലും കുളിരഞ്ജനം ചാർത്തുമുണ്ണിയായി കർമ്മഭൂമി തൻ പിഞ്ചുപാദമായി വന്നതും ഭവാനല്ലയോ. ഏതു നാമത്തിൽ വാഴ്ത്തണം ഞങ്ങൾ ആമയാതീത രൂപമേ. എങ്ങോ നിന്നു ഒഴുകിയെത്തുന്ന നിർമ്മലമാം പ്രകാശമേ. ധന്യമാക്കിയ രാജ്യസ്നേഹികളായ വിമുക്തഭടന്മാർ, ഗുരുതുല്യതമായ സീനിയർ മെമ്പർമാർ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. താലൂക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ജയാജയൻ, സെക്രട്ടറി ശ്രീമതി ഹണികൃഷ്ണൻ, ട്രഷറർ ശ്രീമതി പ്രീതാ പുരുഷോത്തമൻ, മറ്റു താലൂക്ക് ഭാരവാഹികൾ, മഹിളാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റുമാർ, മഹിളാ വിംഗ് അംഗങ്ങൾ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യും. നമ്മുടെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ താലൂക്ക് കമ്മിറ്റിയുടെ ഈ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ആരാധ്യനായ നമ്മുടെ ജില്ലാ സെക്രട്ടറി നാരായണൻ പൈരട്ട് സാറാണ്. അതുപോലെ തന്നെ മഹിളാ വിംഗിൻ്റെ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഹിളാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ശാന്തമ്മ ടീച്ചറാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഘടനാ നേതാക്കളെയും നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അവരെല്ലാവരും തന്നെ എന്നും നമ്മുടെ താലൂക്കിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവരാണ്. ഈ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സംഘടനയുടെ യൂണിറ്റ് നേതാക്കളാണ് എല്ലാവരും. മഹിളാ വിംഗിൻ്റെ ആയിക്കോട്ടെ, മാതൃസംഘടനയുടെ ആയിക്കോട്ടെ, എല്ലാവരെയും പല പ്രാവശ്യം നമ്മൾ കണ്ട് പരിചയപ്പെട്ട് നേരിട്ട് അറിയുന്നവരായതുകൊണ്ട് എനിക്കൊരു അകൽച്ച തോന്നുന്നില്ല. എല്ലാവരും ഒരു വീട്ടുകാരെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നുള്ളൂ ഇവിടെ നിന്നിട്ട്. എന്ത് തന്നെയായാലും നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ ശ്രീ നാരായണൻ പൈരട്ട് സർ, നമ്മുടെ മുൻ ജില്ലാ സെക്രട്ടറിയും കഴിഞ്ഞ താലൂക്ക് പ്രസിഡന്റും ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗവുമായ ശ്രീ വി ജനാർദ്ദൻ നമ്പ്യാർ സർ, പെരളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ ജഗൻമോഹൻ സർ, അഴീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ലക്ഷ്മണൻ സർ, ചക്കരക്കല്ല് യൂണിറ്റ് പ്രസിഡന്റ് സേതു സർ, ചേലേരി യൂണിറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സർ, ഏച്ചൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് CC വാരിജാക്ഷൻ സർ, എളയാവൂർ യൂണിറ്റ് മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമായ ശ്രീ നാരായണ മുല്ലപ്പള്ളി സർ, മുഴപ്പാല യൂണിറ്റിന്റെ പ്രസിഡന്റ്, സംഘടനാ രംഗത്ത് എൻ്റെ ഗുരുതുല്യനായ ശ്രീ ഗോവിന്ദൻ സർ, പുതിയതിരി യൂണിറ്റ് പ്രസിഡന്റ് പ്രേമരാജൻ സർ, എൻ്റെ താലൂക്ക് സെക്രട്ടറി ശ്രീ ജയൻ, താലൂക്ക് ട്രഷറർ MG മധു, താലൂക്കിൻ്റെ മറ്റ് ഭാരവാഹികൾ, നമ്മൾ ഇന്നിവിടെ 80 വയസ്സ് കഴിഞ്ഞ് ആദരം അർപ്പിക്കുന്ന ജ്യേഷ്ഠതുല്യരായ നമ്മുടെ താലൂക്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ നന്ദനൻ സർ, അഴീക്കോട് യൂണിറ്റ് സെക്രട്ടറി വിജയൻ സർ, മഹിളാ വിംഗിൻ്റെ
ജില്ലാ പ്രസിഡന്റ് ശാന്തമ ടീച്ചർ, മഹിളാ വിങ്ങിൻ്റെ താലൂക്ക് പ്രസിഡന്റ് ശ്രീമതി ജയാജയൻ, താലൂക്ക് സെക്രട്ടറി ശ്രീമതി ഹണികൃഷ്ണൻ, താലൂക്ക് ട്രഷറർ ശ്രീമതി പ്രീത പുരുഷോത്തമൻ, അതുപോലെ തന്നെ താലൂക്കിൻ്റെ മറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5-8 വർഷമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കണ്ണൂർ ജില്ലയിലെ ഇതര താലൂക്കുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും മികച്ച താലൂക്കുകളിൽ ഒരു താലൂക്കാണ് കണ്ണൂർ താലൂക്ക്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും പറയുന്ന ഏതൊരു സംഘടനാ കാര്യവും അത് അക്ഷരം പ്രതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെവിടെയും തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു താലൂക്കിന്റെ ഭാരവാഹികളും പ്രതിനിധികളാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം ഞാൻ കുറച്ച് പറയാം. കാരണം നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന OROP, ECHS, എംപാനൽ, ഈ സബ്ജക്റ്റ് ഒന്നും ഇപ്പോഴാലും ഈ ജനറൽ ബോഡിയിൽ ഞാൻ അങ്ങോട്ട് കവർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ എല്ലാ മീറ്റിങ്ങിലും, എല്ലാ യൂണിറ്റ് മീറ്റിങ്ങുകളായിക്കോട്ടെ, താലൂക്ക് മീറ്റിങ്ങുകളായിട്ട് ഈ ഒരു വിഷയം തന്നെയാണ് പറയുന്നത്. നമ്മുടെ താലൂക്കിൽ 1-2 യൂണിറ്റുകൾക്ക് ഒഴിച്ചിട്ട്, 3 യൂണിറ്റുകൾക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള യൂണിറ്റ് ആസ്ഥാന മന്ദിരങ്ങൾ ആയിക്കഴിഞ്ഞു. ഓരോ യൂണിറ്റ്, ഈ സംഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് യൂണിറ്റുകളാണ്. യൂണിറ്റുകൾ ഇല്ലെങ്കിൽ സംഘടന പോയി. യൂണിറ്റ് നമുക്ക് എത്രമാത്രം ശക്തമാകുന്നോ അതിനുശേഷമേ താലൂക്കും ജില്ലയും സംസ്ഥാനവും ഒക്കെ ഉള്ളൂ. പലപ്പോഴും നമ്മൾ കാണുന്നത് ചോരയിൽ നീരുമൊഴുക്കിയ നമ്മുടെ സീനിയർ അംഗങ്ങളെ സൈഡാക്കുന്ന ഒരു പ്രവണത നമ്മുടെ സംഘടനയിൽ പല കോണുകളിലും ഉണ്ടായിട്ടുണ്ട്. എന്റെ താലൂക്കിലുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അത് മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാ അംഗങ്ങളുമാണ് താലൂക്ക് ജനറൽ ബോഡി അംഗങ്ങളാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ യൂണിറ്റിനെ നയിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. നമ്മുടെ സംഘടന മുന്നോട്ട് നയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള അംഗങ്ങൾ മാത്രമേ സംഘടനയുടെ മുന്നോട്ടേക്ക് വരുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഈ സംഘടനയുടെ ഓരോ യൂണിറ്റ് നേതാക്കന്മാർക്കുള്ളതാണ്. ആശുപത്രിയിൽ അഡ്മിറ്റായി അദ്ദേഹത്തിന്റെ യൂണിറ്റിന് മാത്രമല്ല KCSLന്റെ എല്ലാ യൂണിറ്റുകൾക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്പർശ്, ഡോക്യുമെന്റേഷൻ, ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാൽ മതി. ഏത് സമയത്തും കർമ്മനിരതനായിരുന്ന അദ്ദേഹത്തിന്റെ അകാല ദേഹവിയോഗം നമ്മളേവരെയും അതീവ ദുഃഖിതരാക്കുകയും അദ്ദേഹം ഇല്ലാത്തതിന്റെ വിടവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സംഘടന എന്ന് പറയുന്നത് ഒരാളല്ല, 10 പേരല്ല, ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അത് ശക്തമായി നയിക്കുമ്പോഴാണ് ആ സംഘടന ശക്തമായിട്ട് സംഘടന മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നു. പരിപാടി സംഘടിപ്പിക്കാൻ സാമ്പത്തിക ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ സംഘടനയുടെ പ്രവർത്തനത്തിന്, സംഘടനയുടെ വളർച്ചയ്ക്കും സാമ്പത്തിക സ്വരൂപം വളരെ അത്യാവശ്യമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ആജീവനാന്ത മെമ്പർഷിപ്പാണ്. 1020 രൂപ കൊടുത്ത് നമ്മൾ ആജീവനാന്ത മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു, പിന്നെ ഒരു പൈസയും കൊടുക്കില്ല. അത് ശരിയാണോ? സംഘടന മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികം വേണം. അതില്ല എങ്കിൽ സംഘടന മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ സാമ്പത്തികം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് യൂണിറ്റുകളാണ്. അപ്പോൾ യൂണിറ്റ് ഭാരവാഹികളാണ് അതിനെ നയിച്ചു കൊണ്ടുപോകേണ്ടത്. ജില്ലാ പ്രസിഡന്റിനേക്കാളും ജില്ലാ സെക്രട്ടറിയേക്കാളും താലൂക്ക് പ്രസിഡന്റിനേക്കാളും ഒക്കെ ശക്തമായ അധികാരം ഉള്ളത് ഓരോ യൂണിറ്റിന്റെയും ഭാരവാഹികൾക്കാണ്.
അവരാണ് ആ യൂണിറ്റിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവരെ ബോധവൽക്കരിക്കേണ്ടതും അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും യൂണിറ്റ് ഭാരവാഹികളാണ്, അല്ല താലൂക്ക് ഭാരവാഹികളോ ജില്ലാ ഭാരവാഹികളോ അല്ല. ജില്ലാ ഭാരവാഹികളും താലൂക്ക് ഭാരവാഹികളും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാൻ, നിങ്ങൾക്ക് ഏറ്റവും എന്തെങ്കിലും അതുമാതിരി പ്രധാന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിൽ ഇടപെടാനും അത് പരിഹരിക്കാനുമാണ് മേൽഘടകങ്ങൾ. പക്ഷേ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റുകളാണ്. ആ യൂണിറ്റുകൾ സഹകരിച്ചാൽ മാത്രമേ താലൂക്ക് നിലനിൽക്കുകയുള്ളൂ, താലൂക്കും യൂണിറ്റും സഹകരിച്ചാൽ മാത്രമേ ജില്ല നിലനിൽക്കുകയുള്ളൂ, താലൂക്കും യൂണിറ്റും ജില്ലയും സഹകരിച്ചാൽ മാത്രമേ സംസ്ഥാനം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു ചെയിൻ സിസ്റ്റമാണ്, ഒരു കണ്ണിയാണ്. നമ്മൾ ആ കണ്ണികൾ ഇളക്കി ചേർത്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു ആജീവനാന്ത ഓപ്പറേഷൻ എടുത്തു, പിന്നീട് ആ സംഘടനയ്ക്ക് പൈസ വേണ്ട, അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അതുകൊണ്ടാണ് വർക്കിംഗ് ഫണ്ട് എന്ന് പറഞ്ഞ് ഒരു 100 രൂപ നിങ്ങളോട് ഒരു വർഷത്തിലോ ആവശ്യപ്പെടുന്നത്. അത് നിർബന്ധമായി നിങ്ങൾ കൊടുത്തേ തീരും. പിന്നെ അതുകൂടാണ്ട് നമ്മളിപ്പോൾ നമ്മളെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ 500 1000 രൂപ വാങ്ങിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള സംഘടന, നമ്മുടെ സിവിൽ കോഡുകളിൽ നോക്കുക, സിവിലുകളിൽ നോക്കിയാൽ ഒരുപാട് സംഘടനകളുണ്ട്. ടൈലർ അസോസിയേഷൻ, ബാർബർ അസോസിയേഷൻ, വർക്ക്ഷോപ്പ് അസോസിയേഷൻ, അങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ നമ്മുടെ പുറത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം നിങ്ങളെ ഭാരവാഹികൾ സമീപിക്കുമ്പോൾ അവരോട് നിന്ദ്യമായി പെരുമാറാതെ, അവരെ നിരുത്സാഹപ്പെടുത്താതെ, അവരോട് സഹകരിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ഉത്തരവാദിത്വം, അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആ യൂണിറ്റിന്റെ ഭാരവാഹികൾക്കാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായി പറയാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. സംഘടനാ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ACHS അല്ലെങ്കിൽ എംപാനൽ, അല്ലെങ്കിൽ നമ്മുടെ OROP, സ്പർശ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ യോഗങ്ങളിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതിലൊറ്റ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഡോക്യുമെന്റ് പ്രത്യേകിച്ച് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഡോക്യുമെന്റ് ശരിയല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഡോക്യുമെന്റ് പ്രത്യേകം പരിശോധിക്കുകയും ആ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ സഹധർമ്മിണിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും, അതായത് നമുക്കൊരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ ECHS കാർഡ്, എവിടെയാണ് നമ്മുടെ ഡിസ്ചാർജ് ബുക്ക്, എവിടെയാണ് നമ്മുടെ PPO, ഇതൊന്നും അറിയാതെ പാടുപെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് അറിഞ്ഞു വരുത്താൻ നിങ്ങളുടെ ആ ഡോക്യുമെന്റ്സ് ഒരു പ്രത്യേക ഫയലിലാക്കി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ നെക്സ്റ്റ് ഓഫ് കിന്നോട് പറഞ്ഞു കൊടുത്തിരിക്കണം. അത് അവർ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഈ സാധനം, എന്താണ്, നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ക്ലെയിമോ മറ്റോ കാര്യങ്ങളോ ഒക്കെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതുകൊണ്ട് ആ ഡോക്യുമെന്റ്സ് പരിശോധിക്കുകയും ഡോക്യുമെന്റ് ക്ലിയർ ആക്കുകയും ചെയ്ത് അത് നിങ്ങളുടെ ഭാര്യമാരെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് കൂടി നിങ്ങളുടെ ഡോക്യുമെന്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ 70 വയസ്സ് കഴിഞ്ഞവരുടെ ഇത് റെഫറൽ വേണ്ട എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാവരും റെഫറൽ വേണ്ട, ശരിയാണ്. പക്ഷേ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇൻപേഷ്യൻ്റ്, അതായത് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് റെഫറൽ ആവശ്യമാണ്. ആ റെഫറൽ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് ആവാൻ കഴിയുള്ളൂ. ഇപ്പം മംഗലാപുരം പോയി ഹോസ്പിറ്റലുകൾ പോയി കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ ചെന്ന് OP ഒരു പ്രശ്നമില്ല. ആ OP കഴിഞ്ഞ് ഇപ്പൊ തന്നെ നിങ്ങൾ അഡ്മിറ്റ് ആവണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം റെഫറലിന്റെ ആവശ്യം വരും. അന്നേരം നിങ്ങൾ ബേജാറാവാനൊന്നുമില്ല. അവിടെ OP എന്നൊരു ചെട്ടി കടലാസ് എഴുതി വാങ്ങിച്ചതിന് ശേഷം അത് ഉടനെ നിങ്ങൾ ECHSലേക്ക് ഇമെയിൽ ചെയ്യുകയും, അത് ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ അടുത്ത് തന്നെ ECHS ഉണ്ട് മംഗലാപുരം, അവിടെ പോയി നിങ്ങൾക്ക് റെഫറൽ വാങ്ങിക്കാം. റെഫറൽ വാങ്ങിച്ച് നിങ്ങൾ അഡ്മിറ്റ് ആകാം. അതുപോലെ തന്നെ 3000-ന് മേലെയുള്ള ടെസ്റ്റുകൾ വരുമ്പോഴും അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. ആ സമയത്തും നിങ്ങൾ ഇമെയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൽ അടിയന്തരമായി നമ്മുടെ ECHS ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റു കാര്യങ്ങളൊന്നും അതിന് കാര്യമായിട്ടില്ല. നല്ലൊരു പോളിസി തന്നെയാണ്. എന്തായാലും ഈ 2 കാര്യങ്ങളിൽ ഞങ്ങൾ അടുത്ത കേസ് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അതായത് റെഫറലിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ റെഫറലിനെ പറ്റി ശക്തമായി ഇടപെടാൻ വേണ്ടിയിട്ട് അടുത്ത മീറ്റിംഗ് ഞങ്ങളത് പുട്ടപ്പ് ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ചെറുതും വലുതുമായി 10-23 സംഘടനകളുണ്ട്. വാരിയേഴ്സ്, സോൾജേഴ്സ് എന്ന് വേണ്ട പല ചെറിയ സംഘടനകളും അവർ റിട്ടയർഡ് ആവുന്നതിന് മുമ്പേ സർവീസിലിരിക്കുന്ന സമയത്തും കൂടെ ഇവരെ മെമ്പർഷിപ്പ് എടുപ്പിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയിലേക്ക് ആൾക്കാർ വരുന്നില്ല എന്നുള്ള ഒരു ഇതാണ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിറ്റിൽ റിട്ടയർഡായിട്ട് വരുന്ന ആൾക്കാരെ റെയിൽവേ സ്റ്റേഷനിൽ വരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് യൂണിറ്റിന് മെമ്പർഷിപ്പ് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ കൊണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കണം. പുതുവത്സര ആശംസകളും ക്രിസ്മസ് ആശംസകളും എല്ലാവർക്കും നൽകുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
മറ്റും നമ്മളുടെ മെമ്പർമാർക്കും ഇവിടെ അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എൻ്റെ ആശംസ പ്രസംഗമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം. അത് ഇവിടെ 2-3 ആശംസകൾ കഴിഞ്ഞു. അത് കൂടുതൽ കൂടി സംസാരിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളുടെ ചില പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനുള്ളതാണ്. അത് ഒന്ന് മെയിനായിട്ടുള്ളത് എംപാൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാര്യം തന്നെയാണ്. അത് നമ്മളെപ്പോഴും ഡിസ്ട്രിക്റ്റിലും താലൂക്കിലും ചർച്ച ചെയ്ത് അത് അവസാനിപ്പിച്ചതാണ്. പക്ഷെ അതിനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ഡിസ്ട്രിക്റ്റിൻ്റെയും താലൂക്കിൻ്റെയും ഭാരവാഹികളെയും നമ്മളുടെ അതോറിറ്റിയെയും അതായത് ഡിസ്ട്രിക്ട് അതോറിറ്റിയെയും കുറ്റപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്യാറുള്ള എല്ലാ മീറ്റിങ്ങുകളിലും ചർച്ച ചെയ്യാറുള്ള ECHS, സ്പർശ്, ORF, ഇത് തന്നെ എവിടെ പോയാലും യൂണിറ്റിൽ പോയാലും നമ്മുടെ ജില്ലയിലായാലും താലൂക്കിലായാലും ഇത് തന്നെ ചർച്ച. അതിനെപ്പറ്റി ഞാനിവിടെ പ്രതിപാദിക്കാൻ ഇപ്പോഴാഗ്രഹിക്കുന്നത് അത് നമ്മൾ വേണ്ടുന്ന വേദിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. താലൂക്കിൻ്റെ പ്രശംസനീയമായ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്തായാലും പ്രളയത്തിൻ്റെ സമയത്തായാലും നമ്മുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും ഈ താലൂക്ക് വളരെ സജീവമായി ആത്മാർത്ഥതയോടുകൂടി അതിന് പരിഹാരം കാണാറുണ്ട്. ഉദാഹരണത്തിനായി പുതിയലുള്ള നമ്മുടെ ഒരു വിമുക്തപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്നത് നമ്മൾ മാത്രമല്ല, കേരളത്തിലെ എക്സ് സർവീസ് ലീഗ് ജില്ലാ കമ്മിറ്റി ആയാലും എല്ലാവരും. അപ്പോൾ ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക് നമ്മൾ പരിഹാരം നമ്മൾ തന്നെ കാണണം. ഇത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കഴിഞ്ഞാൽ ഇതിനെ വളരെ സുഗമമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. വേറെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ശരിക്കും എല്ലാവരെയും പങ്കെടുപ്പിക്കണം എന്നതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ ഇതിനകത്ത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ചില പരിപാടികൾ പങ്കെടുക്കുന്ന വ്യക്തികളും മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ മൊത്തം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടിയായി കൊണ്ടാടണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പ്രവർത്തനം ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നമ്മുടെ താലൂക്കിനെ ഒന്നാമതായി എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയും തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി എൻ്റെ വ്യക്തിപരമായും യൂണിറ്റിൻ്റെ പേരിലും ആശംസിക്കുന്നു. നന്ദി. ജയഭാരത്. ഇവിടെ സംസാരിച്ച എല്ലാ പ്രാസംഗികരും പല സാഹചര്യങ്ങളും സൂചിപ്പിച്ചു. ഈ വൈകിയ വേളയിൽ എനിക്ക് അധികമൊന്നും പറയാനില്ല. ഈ പരിപാടി കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് വിസ്മൻ ലീഗ് കണ്ണൂർ താലൂക്കിൻ്റെ ഈ കുടുംബസംഘം വലിയ വിജയമാക്കി തീർത്ത സംഘാടകർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും ഞാൻ സർവ്വ ആശംസകൾ എൻ്റെയും എൻ്റെ യൂണിറ്റിൻ്റെയും നേരുന്നു. കൂടാതെ പുതുവത്സരാശംസകളും ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം നോക്കുന്നു. ജയ് ഹിന്ദ്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ താലൂക്കിലാണ്. കണ്ണൂർ താലൂക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹികളുള്ള ഒരു താലൂക്കാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മുടെ യൂണിറ്റിൽ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമങ്ങൾ വരുമ്പോൾ, ശാരീരികമായോ മറ്റ് പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അവരൊക്കെ അതിന് സഹായിക്കുവാനായി മറ്റുള്ള എല്ലാ 9 യൂണിറ്റുകളെയും കൂട്ടിയോജിപ്പിച്ച് അവർക്ക് അതിനുള്ള സഹായധനമായാലും മറ്റ് ശാരീരികമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അവരെ ലിസ്റ്റ് ചെയ്യുകയും എല്ലാം താലൂക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും മെമ്പറുടെ മൃത്യു സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടി താലൂക്ക് എല്ലാ യൂണിറ്റുകളിലും എല്ലാ അവസരങ്ങളിലും എത്തിച്ചേർന്ന് അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ യൂണിറ്റുമായി കൂട്ടിച്ചേർന്ന് ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഭാരവാഹികൾക്ക് എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. താങ്ക് യു. കണ്ണൂർ താലൂക്കിലെ 9 യൂണിറ്റുകളുടെ ഏകോപനമാണ് കണ്ണൂർ താലൂക്ക് കമ്മിറ്റി. സംസ്ഥാനം നൽകുന്ന നിർദ്ദേശങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് നൽകുകയും ജില്ലാ കമ്മിറ്റി താലൂക്ക് കമ്മിറ്റിക്ക് നൽകുകയും താലൂക്ക് കമ്മിറ്റിയുടെ പ്രതിനിധി യോഗത്തിൽ യൂണിറ്റ് ഭാരവാഹികൾക്ക് മുമ്പായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ജില്ലാ കമ്മിറ്റി നടത്തുന്ന സമരം, ധർണ, സമ്മേളനം, യോഗങ്ങൾ, ദിനാചരണം, വിമുക്ത ഭടന്മാരുടെ മരണാനന്തര ചടങ്ങുകൾ, ECHS CSD പ്രശ്നങ്ങൾ, ജില്ലാ സൈനിക് ബോർഡിൻ്റെ ഉത്തരവുകൾ എന്നിവ താലൂക്ക്
കമ്മിറ്റി യൂണിറ്റ് ഭാരവാഹികളെ അറിയിക്കുന്നു. അശോകൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു 2 വാക്ക് നമ്മുടെ ആശംസാ പ്രസംഗം നടത്തുന്നതായിരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചു. എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ ഉത്തരവാദിത്തം ആശംസ നേടുക എന്നതാണ്. കൂടുതലൊന്നും കിടക്കുന്നില്ല അങ്ങോട്ടേ കാര്യങ്ങളിലേക്ക്. എല്ലാം ഇതിന് മുമ്പുള്ളവർക്കെല്ലാം പറഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് എൻ്റെ പേരിലും കാപ്പാട് യൂണിറ്റിൻ്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാതൃ വ്യക്തികൾക്കും ആശംസ അറിയിക്കുന്നു. നമസ്കാരം. അപ്രതീക്ഷിതമായ ഒരു സംഭവമാണിത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ താലൂക്കിൽ വെച്ച് എന്നെ ആദരിക്കുമെന്നുള്ളത്. ഇത് ആക്ച്വലി ലേറ്റായി പോയി. കാരണം ഇവിടെ ഈ വർഷമാണ് ആദ്യമായി തുടങ്ങുന്നത് ഈ ആദരിക്കൽ പരിപാടി. ഇതുവരെ ഇതില്ലായിരുന്നു. 2018 ഇത് ആരംഭിച്ചെങ്കിലും ആദരിക്കൽ എന്ന ചടങ്ങ് ഈ വർഷമാണ് തുടങ്ങിയത്. അതിൽ ആദ്യമായി തന്നെ എന്നെ ആദരിച്ചതിനും എന്നെ അഭിനന്ദിച്ചതിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതലായി സംസാരിക്കുന്നില്ല. കാരണം ഒരുപാട് സംസാരിക്കാൻ പല പരിപാടികളും ഇവിടെ ബാക്കിയുണ്ട്. കൂടാതെ ആദ്യം തന്നെ നമ്മുടെ പ്രസിഡന്റ് അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞു. എവറിത്തിങ് ഇസ് ടൈം ഷെഡ്യൂൾ. അപ്പോൾ ഈ ഷെഡ്യൂൾ തെറ്റിക്കേണ്ടെന്ന് കരുതിക്കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഡേ ആശംസകൾ. താങ്ക് യു. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്തേ. എന്നെ ഇവിടെ വെച്ച് ആദരിച്ചതിന് എല്ലാവർക്കും നന്ദി. അത്ര ഒറ്റ വാക്കിൽ ഞാൻ നിർത്തുന്നു. ആദരവ് തന്ന കണ്ണൂർ താലൂക്ക് എക്സിബിഷൻ കമ്മിറ്റിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. അഴീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി ദേവൻകുട്ടി ടീച്ചർ, ചേലേരി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ രമ്യ ഇ. ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ പ്രീത മനോഹരൻ, ഏച്ചൂർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത ശ്രീനിവാസൻ, എളയാവൂർ സെക്രട്ടറി ശ്രീ ബിന്ദു ജയൻ, കാപ്പാട് പ്രസിഡന്റ് ശ്രീ വത്സല വിയ, മുഴപ്പാല വൈസ് പ്രസിഡന്റ് ശ്രീ രാജൻ ടീച്ചർ, സെക്രട്ടറി ജീഷ, താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ജീഷ. അതുപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന മഹിളാ വിംഗ് പ്രവർത്തകരെ, മാതൃസംഘടനാ പ്രവർത്തകരെ, ധീര സൈനികരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം 2 വർഷം പൂർത്തിയാവാനിരിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അവിടെ ഒരു ഭാരവാഹികൾ 6 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഈ ഒരു കാലയളവിൽ ഈ 2 വർഷത്തിനുള്ളിൽ വളരെ സജീവമായി താലൂക്കുമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഇന്നും കടപ്പെട്ടിട്ടുള്ളതാണ്. എന്തൊരു കാര്യം പറഞ്ഞാലും അവരത് ചെയ്യാൻ സന്നദ്ധരാണ്. ഇന്നലെ എന്നോട് നമ്മുടെ കൃഷിയിൽ അവാർഡ് വാങ്ങിയ സുജിത് സാറിന്റെ ഭാര്യ രമ്യ സുജിത് ജയിച്ച് ഞാൻ 4000 രൂപ ചെലവാക്കി ഒരു ഡാൻസ് പരിപാടിക്ക്, നടുവേദന, കഴുത്ത് വേദന, എന്നാലും ഞാൻ നിങ്ങൾ പറഞ്ഞ അതിൽ എൻ്റെ യൂണിറ്റിന് വേണ്ടി ഞാൻ അതിൽ മുന്നോട്ട് വരുമെന്നുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഭയങ്കര അഭിമാനം തന്നെയാണ് തോന്നുന്നത്. നിങ്ങളെ ഓരോ പ്രവർത്തകരും അവരോടും ഇതുപോലെ തന്നെ സഹകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ മഹിളാ വിങ്ങിൻ്റെ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ശാന്തമ്മ ടീച്ചറെ ക്ഷണിക്കുകയാണ്. വളരെ ചുരുക്കം ചില മെമ്പർമാർ മാത്രമേ പരിചയമില്ലാത്തവരുള്ളൂ.
അപ്പൊ ഇങ്ങനെ ഒരു ദീർഘകാലത്തെ നമ്മളുടെ സൗഹൃദം പങ്കിടാനും നിങ്ങളുടെയൊക്കെ സന്തോഷമുള്ള മുഖം കാണാനും സാധിച്ചതിൽ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ജന്മോടി യോഗത്തിലെ അതിൻ്റെ നോട്ടീസിലെ ലേഖനം ചെയ്യപ്പെട്ട ചിത്രം പ്രശംസനീയമാണ്. കാരണം ഏച്ചൂർ യൂണിറ്റിൻ്റെയും കണ്ണൂർ ജില്ലയിലെയും ഒക്കെ ധീരനായ സ്നേഹസമ്പന്നനായ പ്രവർത്തന നിരതനായ മോഹനേട്ടൻ്റെ എന്നെന്നും ഓർമ്മിക്കുന്ന ആ മുഖം നമ്മൾക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നു നോട്ടീസിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഈ ഓഡിറ്റോറിയത്തിലെ പേര് നൽകിയതിനെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് അത് പ്രസിഡന്റ് മാത്രമായിരിക്കണമെന്നില്ല, ചിലപ്പോൾ പ്രസിഡന്റ് തന്നെ ആയിരിക്കാം. എന്ത് തന്നെയായാലും അഭിനന്ദനങ്ങൾ അർപ്പിക്കണം. വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരില്ലേ നമ്മുടെ ഇടയിലുണ്ട്. അവരെ അവഗണിക്കരുത്. അവരെ നമ്മളുടെ നട്ടല്ലാണ്. അവരെ ചേർത്ത് പിടിക്കണം. ആ കൂട്ടത്തില് എന്റെയും കൂടി ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകണം. അതുകൊണ്ട് തന്നെ കൂടുതലായി നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കാനുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ 2 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമ്മളെ മഹിളാ പ്രവർത്തകർ നല്ല പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കർഷകനുള്ള അവാർഡ് നേടിയ സുജിത്ത് സാറിനും എൻ്റെ അനുമോദനങ്ങൾ അറിയിക്കുന്നു. ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വനിതകൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളെല്ലാവരും രാജ്യത്തിൻ്റെ കാവൽക്കാരായിരുന്നവരുടെ ഭാര്യമാരാണ്. അത് മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു പദവിയാണ്. പല ജോലികളും ഉണ്ട്. അതിൽ ഏറ്റവും മികച്ച അനുമോദനം അർഹിക്കുന്ന ജോലി നമ്മുടെ സേനാ വിഭാഗത്തിൻ്റെ തന്നെയാണ്. അതുപോലെ സ്റ്റേജ് ഉള്ള ഉദ്ഘാടക ശാന്തമ്മ ടീച്ചർ, അധ്യക്ഷ ജയച്ചി, സ്വാഗതം ഹണി മേഡം, മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ ഒരുപാട് പരിപാടി നടത്താനുണ്ട്. എല്ലാ യൂണിറ്റിൻ്റെയോ 1-2 പരിപാടി ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. കുടുംബസംഗമത്തിലും ഇളയാവൂർ മഹിളാ വിങ്ങിൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സംഘടന യഥാസമയം നടത്തിവരുന്ന പ്രവർത്തനങ്ങളിലൂടെയും ഗൃഹസന്ദർശനത്തിലൂടെയും വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സംഘടനയുടെ ജില്ലാ താലൂക്ക് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കാപ്പാട് യൂണിറ്റിന്റെ മെമ്പർമാരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയുന്നതിനോടൊപ്പം കണ്ണൂർ താലൂക്കിലെ എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇന്നത്തെ ഈ ചടങ്ങിന് മുഴപ്പാല യൂണിറ്റിൻ്റെയും മുഴപ്പാല യൂണിറ്റ് മഹിളാ വിങ്ങിൻ്റെയും എൻ്റെയും പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ആശംസ നേരുന്നു. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ വിചാരിക്കുന്നത്, യൂണിറ്റിയാണ് സ്ട്രെങ്ത്. അത് ഓരോ പ്രാവശ്യം തെളിയിക്കപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും യൂണിറ്റിയിലുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാണുന്നത്. അതായത് നമ്മളെല്ലാവരും എല്ലാ യൂണിറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും. സോ എല്ലാവരും യൂണിറ്റിൽ പോവാം. യൂണിറ്റി സ്ട്രെങ്ത് ഒന്നും കൂടി പറയാൻ. അതുകൊണ്ട് എല്ലാവർക്കും ആശംസ. താങ്ക് യു. ഈ മഹിളാ വിങ്ങിൻ്റെ ജനറൽ ബോഡിയിൽ ഒരു മാതൃസംഘടനയുടെ താലൂക്ക് പ്രസിഡന്റ് നിലയിൽ 2 വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കുറഞ്ഞു പോകും. ഞാനിപ്പം ഈ വരുമ്പോൾ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറുടെ ഒരു
ചെറിയ ഒരു കുറിപ്പ് വായിക്കുകയുണ്ടായി. ആ കുറിപ്പ് വളരെ ഹൃദയസ്പർശിയായ ഒരു ജീവിത ചിത്രമാണ്. ഒരു വേഴാമ്പലിനെ പറ്റിയാണ്. വേഴാമ്പൽ അടയിരിക്കുമ്പോൾ ആ പെൺവേഴാമ്പൽ കൂടുന്ന് പുറത്തേക്ക് പോവില്ല. ആ വേഴാമ്പൽ അടയിരിക്കുന്ന മരപ്പൊത്തിൻ്റെ വായ വേഴാമ്പൽ മൺതരികളും നാരുകളും കൊണ്ട് അടച്ചു പൂട്ടും. എന്നിട്ട് ചെറിയൊരു ഹോള് മാത്രം ബാക്കി വെക്കും. ഒരു ഹോൾ അവൻ്റെ ചുണ്ട് കടത്തി വിട്ട് അതിന് ഭക്ഷണം കൊടുക്കാൻ, പെൺകിളിക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ഹോള് മാത്രം ബാക്കി വെക്കും. എന്നിട്ട് ഇര തേടി പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ വേഴാമ്പൽ ആ പോകുന്ന പോക്കിൽ ആ വേഴാമ്പലിന് എന്തെങ്കിലും പറ്റിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി അത് മരിച്ചു പോയാൽ ഈ പെൺകിളി പുറത്തേക്ക് വരില്ല. ഒരു ചെറിയൊരു കൊത്ത് കൊടുത്താൽ മതി, അത് പൊട്ടിത്തീര് മാറുന്ന ഒരു കവർ മാത്രമേ അതിന് മുമ്പിലുള്ളൂ. ഒരു പ്രതീക അത്രയും നേരിയ ഒരു പാളി മാത്രമേ ആ മരപ്പൊത്തിനുള്ളൂ. എങ്കിലും ആ പെൺകിളി ഒരിക്കലും അത് പൊട്ടിച്ച് പുറത്തേക്ക് വരില്ല. കാരണം തൻ്റെ പ്രിയതമനില്ലാതെ, തുണയില്ലാതെ ലോകത്തേക്ക് ആ പെൺകിളി വരില്ല. അത് അവിടെ പട്ടിണി കിടന്ന് മരിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, അവൾ പെണ്ണാണ്. എത്രയും അവൾ സഹിക്കും, എത്രയും അവൾ കാത്തിരിക്കും, എത്രയും അവൾ സ്നേഹിക്കും. തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അവൾ മരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള മഹിളാവിങ്ങനെ നമ്മൾക്ക് ചേർത്ത് പിടിക്കണ്ടേ? അവരാണ് നമ്മുടെ ഈ ജീവിതം. വേഴാമ്പലിൻ്റെ മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതം കൂടിയാണ്. നമ്മുടെ യുദ്ധമുഖത്ത് പോകുമ്പോഴായിക്കോട്ടെ, സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോഴായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തെ നോക്കുന്നത്, നമ്മുടെ മക്കളെ നോക്കുന്നത്, നമ്മുടെ അച്ഛനമ്മമാരെ നോക്കുന്നത് നമ്മുടെ ഭാര്യമാരാണ്, നമ്മുടെ സ്ത്രീജനങ്ങളാണ്. അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ജീവിതമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ നമ്മുടെ അമ്മയാകാം, ഭാര്യയാകാം, മക്കളാകാം. അവരുടെ ഈ ജനറൽ ബോഡിക്ക് താലൂക്ക് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തന റിപ്പോർട്ട് മാർച്ച് 1 മുതൽ നവംബർ 30 വരെയുള്ളതാണ്. കണ്ണൂർ താലൂക്ക് മഹിളാ വിംഗ് 26/1/2024 രൂപീകരിച്ചത്. യൂണിറ്റ് ഭാരവാഹികൾ: പ്രസിഡന്റ് ശ്രീമതി ജയ ജയൻ, വൈസ് പ്രസിഡന്റ് ശ്രീമതി ജലജ ടീച്ചർ, സെക്രട്ടറി ശ്രീമതി ഹനി മധു, ട്രഷറർ ശ്രീമതി പ്രീത പുരുഷോത്തമൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സുനിത ബാബു, ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീമതി ശൈലജ ഗോവിന്ദ്. മഹിളാ വിംഗ് രൂപീകരിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും മാതൃസംഘടനയോടുകൂടി ആലോചിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. തിരഞ്ഞെടുത്ത ഭാരവാഹികളെ ചേർത്ത് വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാറുണ്ട്. താലൂക്ക് മഹിളാ വിംഗ് പ്രതിനിധികൾ എല്ലാ ജില്ലാ മഹിളാ വിംഗ് മീറ്റിംഗിലും കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. അംഗങ്ങളുടെ ക്ഷേമത്തിനായി പരസ്പര സഹായ നിധി നടത്തുന്നുണ്ട്. താലൂക്ക് മഹിളാ വിംഗിന്റെ വാർഷിക ഓഡിറ്റ് കഴിഞ്ഞു. ഓഡിറ്റിൽ താലൂക്ക് മഹിളാ വിംഗിന്റെ അക്കൗണ്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കണക്കുകളും അക്കൗണ്ടുകളും ബില്ലുകളും വോച്ചറുകളും എല്ലാം മഹിളാ വിംഗ് കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടെന്ന് ഓഡിറ്റ് പാർട്ടി പറഞ്ഞു. 2025 മാർച്ച് 2 ഹോട്ടൽ മലബാർ റെസിഡൻസിയിൽ വെച്ച് നടന്ന കണ്ണൂർ താലൂക്കിന്റെ ആദ്യ കുടുംബ സംഗമത്തിലെ താലൂക്കിലെ എല്ലാ യൂണിറ്റുകളും സജീവമായി പങ്കെടുത്തു. യൂണിറ്റുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കണ്ണൂർ താലൂക്ക് കുടുംബ സംഗമത്തിന്റെ കലാപരിപാടികൾ അവതരിപ്പിച്ച 61 പേർക്കുള്ള 10,000 രൂപയുടെ സമ്മാനങ്ങൾ താലൂക്ക് മഹിളാ വിംഗാണ് സ്പോൺസർ ചെയ്തത്. My father M.G. Madhu and my mother Hani Krishna, their sacrifices, discipline and values. And last but not least, I sincerely thank the Kerala State Ex-Servicemen League for encouraging and celebrating the achievements of the next generation. And I also appreciate the time and efforts of all the members of this association to make this program a grand success. I wish everybody all the best. Thank you all. Jai Hind. कहने को तो खेल है तेरा मेरा संग, पर मेरा दिल है पतंग और
अब आओ मेरे पास रह जाओ मेरे साथ बेमलिया मौसम छे
जनार्दना कृष्ण राधिकापते नन्दनन्दना कृष्ण रुक्मिणीपते गरुडवाहना कृष्ण गोपिकापते शिरणुमोहना कृष्ण प्रभो सद्गते जय जनार्दना कृष्ण राधिकापते नन्दनन्दना कृष्ण रुक्मिणीपते
गजाननं भूतगणाधिसेवितं कवित्थजम्बूफलसारभक्षितम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजं नमामि विघ्नेश्वर पादपङ्कजम्
ഗോപനുണ്ടേ ഗോപികയുണ്ടേ ഗോപനുണ്ടേ ഗോപികയുണ്ടേ രേണുപോതുന്നേ ഗോപനുണ്ടേ ഗോപികയുണ്ടേ ഗോപനുണ്ടേ ഗോപികയുണ്ടേ രേണുപോതുന്നേ ഇലകുഴിഞ്ഞൊരി പൊത്തടപ്പുകൾ കണ്ണഴിഞ്ഞു പോയി കണ്ണനട്ടവൻ നാമോടവൾ കണ്ണുപൊത്തിയോ രാസകീയായേ സുൻസുനനന സുൻസുൻ സുൻസുനനന സുൻസുനനന സുൻ സുൻസുനനന 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 പൈക്കുറുമ്പിയെ വയ്ക്കും പൈക്കറുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ പോയൊരു കണ്ണൻ
പുഷ്പമായി വിടർന്നു എന്റെ വികാര മണ്ഡലത്തിൽ പടർന്നു. എനിക്കൊരു ജിറാഫ് ഉണ്ട്, അതിലേക്ക് എന്നെ വന്നു ഇത് വലിയ പ്രശ്നമായി. എനിക്ക് പറയുന്നു എനിക്ക് ഓക്കെ ഒരു
ആങ്കർ അവാർഡ്. ലോകത്തിൽ ആരും കണ്ടുപിടിക്കാത്തൊരു അവാർഡാണ് ആങ്കർ അവാർഡ്. കണ്ണൂർ താലൂക്കിന്റെ അഭിനന്ദനമായി മാറിയ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. താങ്ക് യു. വെൽക്കം. तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे भारत माता की, भारत माता की, भारत माता की, कन्नौर तालुक की, कन्नौर तालुक की, कन्नौर तालुक की। थैंक यू।